ചോദിക്കുമ്പോൾ കർത്താവ് എന്താ ചോദിക്കണത്? നീ ഇസ്രയേലിലെ റബിയല്ലേ? അതാണ് നിൻ്റെ സ്റ്റാറ്റസ്. അതാണ് ഇസ്രയേലിലെ റബി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തന്നെ റബിയാകത്തില്ല. അതിന് നല്ല പ്രായവും പക്വതയും ഇരുത്തവും വന്നിരിക്കണം. റബി അയാളുടെ ക്രൊണോളജി ക്ലിയർ, അയാളുടെ ഇമോഷൻ മച്യൂരിറ്റി, അയാളുടെ സ്റ്റാറ്റസ്, അയാളുടെ സ്റ്റാറ്റസിന് പറ്റുന്ന രീതിയിൽ അയാൾക്ക് ദൈവത്തോടുള്ള റിലേഷൻസ് ഉണ്ടാകണം. യോഹന്നാൻ 3:10 യേശു പറഞ്ഞു, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ? അതിന്റെ നിക്കോദേമോസിനോട് പറഞ്ഞാണ്, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ? എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ? അവന്റെ സ്റ്റാറ്റസിൽ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം അവൻ എന്താണ് വീണ്ടും ജനിക്കുന്ന കാര്യങ്ങളാണ് പറയണത്. അയാൾ ചോദിക്കണത് വീണ്ടും എങ്ങനെ ജനിക്കും, ഞാൻ പ്രായമായില്ല എന്ന് ചോദിക്കണത്. ഇപ്പം പ്രായമായിട്ട് കാര്യമില്ല, പ്രായത്തിനൊപ്പം അറിവുണ്ടാകണമെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? അത് ഭയങ്കര നിസ്സാരമല്ല, അത് ഭയങ്കര വെല്ലുവിളിയാണത്. അപ്പോൾ നമ്മളുടെ പ്രായത്തിനൊപ്പം ദൈവാനുഭവം നമുക്കുണ്ടാകണം. പ്രായത്തിനൊപ്പം നമുക്ക് ദൈവത്തിനെക്കുറിച്ച് അറിവും അനുഭവവും ഉണ്ടാകണം. അതുകൊണ്ട് അങ്ങനെ ഒരു അപ്ഡേഷൻസ് വന്നാലാണ് നമുക്ക് അതിജീവിക്കാൻ പറ്റത്തുള്ളൂ എല്ലാ വിഷയങ്ങളെയും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.